ഇതിൻ്റെ സൈഡ് സ്റ്റിച്ച് ചെയ്തെടുക്കണം. നെക്കിൻ്റെ പീസിൻ്റെ സൈഡാണ് ഇത്. സൈഡ് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതിലേക്ക് ഒരു മടക്കാണ് ഞങ്ങൾ അടിക്കേണ്ടത്. ഒരു മടക്കിലേക്ക് ഞങ്ങൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഫുൾ റൗണ്ട് ഒരേ മടക്കിൽ സൈഡിലേക്കാണ് ഞങ്ങൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടത്. ഫുൾ റൗണ്ട് അടിച്ചെടുക്കാം. ഫുള്ളായിട്ട് ഫുൾ റൗണ്ട് ഇതൊന്ന് അടിച്ചു. ഇനി ഞങ്ങൾ നല്ല വശം എങ്ങനെയുണ്ട്, ചീത്ത വശം ഇവിടെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ നല്ല വശം ഇതേപോലെ മുകളിൽ തന്നെ ഉണ്ടാകട്ടെ. ഞങ്ങൾ ഇനി തുണി മെയിൻ കഫ്താൻ പീസ് എടുക്കാം. ഇതുപോലെ കഫ്താൻ പീസ് എടുത്ത് ബാക്ക് പോർഷൻ മുകളിലും ഫ്രണ്ട് പോർഷൻ ഇങ്ങനെ താഴെ ഞങ്ങൾ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അതേപോലെ ഈ പീസൊന്ന് ഇതുപോലെ വെച്ച് കൊടുക്കുക. നമ്മുടെ മാർക്കിങ്ങിലേക്ക് തന്നെ ഇതുപോലെ ഇങ്ങനെ വെച്ചിട്ട് ഇതിലേക്ക് പിൻ ചെയ്ത് കൊടുക്കണം. ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുക്കുക. റൗണ്ടായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുക. അതിലേക്ക് പിൻ ചെയ്ത് കൊടുക്കുക. ബീഡ് പിന്ന് കുത്തി കൊടുക്കുക. ഇതുപോലെ ബീഡ് പിന്ന് കുത്തി കൊടുത്തു. ഇങ്ങനെ കുത്തി കൊടുത്തു. ഈ ബീഡ് പിന്ന് കുത്തി കൊടുത്ത് ഇതിലേക്ക് ഞങ്ങൾ ഇപ്പോൾ നമ്മുടെ കഫ്താനിൻ്റെ നൈറ്റി പീസ് എൻ്റെ നല്ല വശം മുകളിലുണ്ട്. അതേപോലെ നമ്മുടെ ഉള്ളിൻ്റെ ഈ പീസിൻ്റെ നല്ല വശം മുകളിൽ തന്നെ ഉണ്ട്. ഒരേപോലെ വെച്ച് എന്ത് ചെയ്യുക, ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. സ്റ്റിച്ച് ചെയ്തെടുത്ത് ഇതിന് ഈ സെൻറ്റർ ഭാഗം ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ബേസിക് പോലും അറിയാത്തവർക്ക് നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റുന്ന കോഴ്സാണ് നമ്മുടെ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ്ങിൻ്റെ കോഴ്സ്. അപ്പോൾ കുറേ സ്റ്റുഡൻസ് പഠിച്ച് കഴിഞ്ഞു. എല്ലാ ഇൻട്രസ്റ്റ് ഉള്ളവർ ഓൺലൈനായിട്ട് പഠിക്കാൻ പറ്റുമെന്ന് ആരും വിചാരിക്കേണ്ട. എല്ലാവർക്കും പഠിക്കാൻ പറ്റും. വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് പഠിച്ചെടുക്കാൻ പറ്റും. ഈസി ആയിട്ട് നമുക്ക് ഈസി വേ ആണ് നമ്മൾ ഈ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ്ങിൽ കാണിച്ചു തരുന്നത്. അതുപോലെ സ്റ്റിച്ച് ചെയ്യാം. ഫുൾ റൗണ്ട് ഒന്ന് പുറത്തെടുക്കാം. അപ്പോൾ നെക്കിൻ്റെ ഫുൾ റൗണ്ട് അടിച്ചു. ഈ ബീഡ്സൊക്കെ ഊരിയെടുത്ത് ഈ റൗണ്ടൊന്ന് നെക്കിൻ്റെ ഈ പാർട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഫുൾ റൗണ്ട് കട്ട് ചെയ്യാം. ശ്രദ്ധിച്ചിട്ട് കട്ട് ചെയ്യണം. ഫുൾ റൗണ്ടാണ്. അപ്പോൾ ഇതിൻ്റെ സൈഡൊക്കെ ഇതുപോലെ ഒരു ക്രോസായിട്ട് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തുകൊണ്ട് വരണം. അല്ലെങ്കിൽ അത് ഷേപ്പ് നന്നായിട്ട് വരില്ല. ഇനി ഞങ്ങൾ ഇതിൻ്റെ നല്ല വശത്തിലേക്ക് തിരിച്ചെടുത്ത് സൈഡിലേക്ക് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഇതുപോലെ സൈഡിലേക്ക് ഫുള്ളായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം നെക്കിൻ്റെ.
ഇതുപോലെയാണ് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. നല്ല വശത്തിലേക്ക് നമ്മൾ ഈ വൈറ്റ് പീസ് തിരിച്ചെടുത്ത് നെക്കിൻ്റെ ആ സൈഡിലേക്ക് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്ത് ഇതുപോലെയാണ് ഫുൾ റൗണ്ട് അടിച്ചെടുക്കുന്നത്. ഇങ്ങനെ അടിച്ചെടുത്ത ശേഷം നമ്മൾ ഈ പാർട്ടുണ്ടല്ലേ, ഇത് ഇവിടേക്ക് ഞങ്ങൾ ഇതുപോലെ പിടിച്ച് ഒരേ ലെവലായിട്ട് ഈ സൈഡിലേക്ക് ഫുൾ റൗണ്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് അതേ അളവിലിങ്ങനെ മടക്കിയിട്ടും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ അതിലേക്ക് തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഞാൻ ഒരു ഫോൾഡ് മടക്കിയിട്ടാണ് സൈഡിലേക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങൾ ബീഡ്സ് പിന്ന് കുത്തി കൊടുത്തിട്ടും എടുക്കാം.